അടിപൊളി കേട്ടോ. ഓ കിട്ടുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ എൻട്രി ഇതാ വരുന്നത്. അപ്പം ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാണെങ്കിൽ കാണുന്ന വ്യൂ നിങ്ങൾക്ക് കാണണ്ടേ, കാണിച്ചു തരാം. കിടിലം വ്യൂ കേട്ടോ. കിടിലനാ. ഓ ഗൈസ്, എന്താണ് സംഭവം നോക്കുന്നത്? കാട് പിടിച്ച് കിടക്കോട്ടോ. ഇത് സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഇത് എന്താ സംഭവം? ഉള്ളിലുണ്ട് കേട്ടോ. ഇത് ചുമ്മാ കയറി പോയിട്ട് പണി മേടിക്കാൻ വയ്യ, അതുകൊണ്ടാ. ഉള്ളിലേക്ക് അവിടം വരെ ആ വഴി കാണിക്കുന്നുള്ളൂ. ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്, ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. പക്ഷെ അത് വഴിയാണെന്ന് കയറി നോക്കിയാലേ അറിയത്തുള്ളൂ കേട്ടോ. ഇനി ചിലപ്പോൾ അവിടെ മണ്ണിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. സംഭവം കൊള്ളാം. വീട്ടിലെ ടിപ്പുവിൻ്റെ സംഭവം തന്നെ. ഇത്രയും ബീച്ചിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. സാധനം ടിപ്പുവിൻ്റെ കോട്ട തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് കയറി കഴിഞ്ഞാൽ അവിടുന്ന് വഴി അവിടെ കൊണ്ട് തീരും കേട്ടോ. പിന്നെ ഇടത്തേക്കും വലത്തേക്കും ഓരോ ചെറിയ വഴികൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് സംഭവം വലിയ വഴിയാണെന്ന് അറിയില്ല, കയറി നോക്കാനില്ല. അപ്പം എന്താ സംഭവം നടത്തില്ല. ഇതിലേ ഞങ്ങൾ കയറി വന്നു. ഈ വഴി ഇങ്ങനെ നടന്ന് കയറി ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ മണൽ കാണുന്നിടത്ത് നടന്ന് വന്നു കേട്ടോ. നടന്ന് വന്ന് ഇവിടെ നോക്കുമ്പോൾ കൂടുതലുള്ളതാണ് ഈ സംഭവം. ഞാൻ പറഞ്ഞു ഇത് അടച്ചിട്ടുണ്ടാവും, ഇങ്ങനെ സംഭവമല്ല, ഇത് അടച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ നോക്കിയപ്പോൾ ഇത് അടച്ചിട്ടൊന്നുമില്ല, തുറന്നിട്ടേക്കോട്ടോ. അതാ ഞങ്ങൾ 3 പേരാണ് വന്നത്. ഇത് മുകളിൽ ഇരുത്തുന്നുണ്ട്, ഇതാ താഴെ ഇരുത്തുന്നുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഇറട്ടാൻ കയറി. ഇവിടുന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇനി അതൊന്നും അല്ല കേട്ടോ, നമ്മൾ ശരിക്കും കാണാൻ വന്ന സ്ഥലം ഇതാണ്. എൻ്റെ പൊന്നോ പൊളി സാധനം. ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നിയറസ്റ്റ് പ്ലേസ് നോക്കി കണ്ട സ്ഥലം കേട്ടോ. കിടിലൻ സ്ഥലം, ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നോക്കുവാണെങ്കിൽ അവിടെ കുറച്ച് പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിൽ കളിയൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ. പൊളി, കാണാനൊക്കെ ഒത്തിരി ഉണ്ട്. നേരെ കടലേക്ക് ഒരു സൺസെറ്റിൻ്റെ സമയമെല്ലാം വരുവാണെങ്കിൽ കിടിലൻ സൺസെറ്റെല്ലാം കിട്ടും. ശരി. ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ. ചുറ്റും കടലോ. ദൈവമേ, ഞങ്ങൾ വട്ടത്തിലായോ, ദ്വീപിലായോ? എങ്ങോട്ട് നോക്കിയാലും കടൽ. ഈ സ്ഥലം വരുന്നത് പാലക്കുന്ന്. എടാ, ഈ കറക്റ്റ് സ്ഥലം ഏതാ? ബേക്കൽ എത്തണ്ട കേട്ടോ. ബേക്കലിനൊക്കെ തൊട്ട് മുമ്പായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ, ബേക്കൽ പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം വരുന്നത്. എൻ്റെ പൊന്നളിയ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഞങ്ങളോട് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊരു ചങ്ങായി, ഒരു വള്ളി, അവൻ പറഞ്ഞ് ഞങ്ങളോട് ഇങ്ങോട്ട് കയറണ്ട, ഇങ്ങോട്ട് കയറിയ സീനാണ്, പോലീസുണ്ട്, മറ്റേതാണ് മറിച്ചാണെന്നല്ല. ഇത്രയും നല്ല സ്ഥലം മിസ്സായി കേട്ടോ. ഇവിടെ മറ്റേ സേവ് ദി ഡേറ്റിൻ്റെ വീഡിയോ നടക്കലാണ്. ഈ എൻ്റെ പൊന്ന്, ഇതെവിടെയാണ്? മറ്റേ ഗോവയിലെത്തി. കിടിലൻ സ്ഥലം കേട്ടോ. വരാൻ പറ്റുന്നവരെല്ലാം വന്ന് എക്സ്പ്ലോർ ചെയ്തോ. കിടിലനായിട്ട് വരാൻ പറ്റുന്നു, കിടിലനായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കേട്ടോ. നമ്മൾ 3 പേര് വൈകുന്നേരം പണിയിലൊക്കെ ആയിട്ട് വെറുതെ ഇറങ്ങിയത്, വെറുതെ. പക്ഷേ ഇത്രയും നല്ല സ്ഥലം കിട്ടും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. വാവ്. പൊന്നെ, നമുക്ക് ആകെ മിസ്സായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൺസെറ്റ് മാത്രം കേട്ടോ. സൺസെറ്റ് നമുക്ക് കിട്ടാൻ പറ്റില്ല. ഇത്രയും നല്ല സ്ഥലം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. പക്ഷേ അങ്ങനെ നമുക്ക് എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നല്ലേ. എന്തായാലും പൊളി സ്ഥലം കേട്ടോ മച്ചന്മാരെ. എൻ്റെ പൊന്നെ, കാണാൻ നല്ല രസം കേട്ടോ. ഇതിലെല്ലാം ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട്. ജോയേസ് അച്ഛൻ വേറെ മൂഡിലാന്ന് നൊസ്റ്റാൾജിയ. ഇരുട്ടാണെന്ന് നിൽക്കാതെ ഞങ്ങൾ പോകട്ടെ, നമുക്ക് സൈറ്റിലേക്ക് എത്തണം. അതുകൊണ്ട് അപ്പോൾ വീണ്ടും കാണാം. ബൈ.